എന്താണ് കാറ്ററാക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാധാരണ ക്യാമറകളിൽ കാണുന്ന പോലെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലും വളരെ ക്ലിയർ ആയിട്ടുള്ള സുതാര്യമായ ഒരു ലെൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണോ ഈ ലെൻസിൻ്റെ സുതാര്യത കുറയുകയോ ലെൻസിൻ്റെ ക്ലാരിറ്റി കുറയുകയോ ചെയ്യുന്ന അവസ്ഥ വരുന്നത്, ആ അവസ്ഥയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത്. കാറ്ററാക്റ്റിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഒന്ന്, കാഴ്ചമങ്ങൽ. രണ്ടാമത്തേത് ലൈറ്റിന് ചുറ്റും ഹാലോ ഓർ ഗ്ലെയർ. മൂന്നാമത്തേത് രാത്രി വണ്ടി ഓടിക്കാൻ കാഴ്ചക്കുറവ്. നാലാമത്തേത് കൂടുതൽ വെളിച്ചം ആവശ്യമാവുക വായിക്കാനായിട്ട് രാത്രി സമയങ്ങളിൽ. അഞ്ചാമത്തേത് ഇടയ്ക്കിടയ്ക്കായി ഗ്ലാസ് മാറ്റേണ്ടി വരും. പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന തിമിരം കൂടാതെ ഇപ്പോൾ പ്രമേഹം ഉള്ള ആളുകളാണെങ്കിലോ അതല്ല സ്റ്റിറോയിഡ് പോലത്തെ ഗുളികകൾ എടുക്കുന്ന ആളുകളാണെങ്കിലോ അവരിലും തിമിരം നേരത്തെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൂടാതെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ, അതല്ല UV റേസിനെ ഓവറായിട്ട് എക്സ്പോസ് ചെയ്താൽ ഇതുപോലുള്ള കണ്ടീഷൻസിലും തിമിരം നേരത്തെ വരാനുള്ള സാധ്യതകളുണ്ട്. കാറ്ററാക്ട് സർജറി എപ്പോഴാണ് ചെയ്യേണ്ടത്? കാഴ്ച പൂർണ്ണമായി മങ്ങുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കാറ്ററാക്ട് സർജറി ചെയ്യുന്നതിന്. നിങ്ങളൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ജോലിക്കോ വാഹനം ഓടിക്കുവാനോ പ്രിസിഷൻ അഥവാ വ്യക്തത ആവശ്യമായിട്ടുണ്ട്. അതിനാൽ തന്നെ കാറ്ററാക്റ്റിൻ്റെ ഏർലി സ്റ്റേജസിൽ തന്നെ തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. എന്നാൽ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പാചകം ചെയ്യുക, മരുന്നുകൾ തിരിച്ചറിയുക, ഇതിലൊക്കെ കുറച്ചും കൂടെ കാറ്ററാക്ട് വർദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർജറി ചെയ്യേണ്ടതായിട്ട് വരിക. എന്നിരുന്നാൽ തന്നെയും പൂർണ്ണമായി കാഴ്ച മങ്ങുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതിനു മുന്നേ തന്നെ കാറ്ററാക്ട് സർജറി ചെയ്തിരിക്കണം. കാറ്ററാക്ട് സർജറിക്ക് ഇതുവരെയും സയന്റിഫിക്കായി ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാറ്ററാക്ട് ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് തന്നെ ശരിയാക്കേണ്ടതാണ്. തിമിര ശസ്ത്രക്രിയ ഇന്ന് വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മളൊരു കീഹോൾ സർജറി, ഒരു 2 to 3 millimeter മുറിവിൽ വെച്ചിട്ടാണ് നമ്മൾ കാറ്ററാക്ട് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ ഇന്ന് വളരെ സേഫാണ്, ക്വിക്കാണ്, പ്രിസൈസ് വിഷനാണ് പേഷ്യൻറ്റിന് നൽകുന്നത്. റെസ്റ്റിൻ്റെ ആവശ്യമില്ല, അപ്പം തന്നെ പേഷ്യൻറ്റിന് വീട്ടിലോട്ട് തിരിച്ചു പോവാം. ആൻഡ് കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. വിഷൻ ആണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷനും ലഭിക്കുന്നതാണ്. കാറ്ററാക്ട് സർജറി നമ്മൾ വളരെ മോഡേൺ ഫേക്കോ എമൾസിഫിക്കേഷൻ മെഷീൻ, ഇൻ്റലിജൻറ്റ് ഫേക്കോ ഉള്ള മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ശസ്ത്രക്രിയ ചെയ്തിട്ട് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡബിൾ മടക്കാവുന്ന ഒരു ഇൻട്രാഓക്കുലർ ലെൻസാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ലെൻസസും ഇന്നത്തെ കാലത്ത് നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഡിസൈൻസ് ഉണ്ട്. മോണോഫോക്കൽ ലെൻസസ്, എക്സ്റ്റെൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസസ്, ടോറിക് ഇൻട്രാഓക്കുലർ ലെൻസസ്, ട്രൈഫോക്കൽ ഇൻട്രാഓക്കുലർ ലെൻസസ്. പേഷ്യൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് ഏത് ലെൻസ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആക്റ്റീവ് പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർക്ക് കാര്യമായിട്ട് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സർജറി കഴിഞ്ഞിട്ട് വിതിൻ എ ഫ്യൂ ഡേയ്സ് തന്നെ തിരിച്ച് വർക്കിലോട്ടും കയറാൻ പറ്റും.